Hello friends, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു മാക്രമേ കീ ചെയിൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് 3mm ന്റെ സിംഗിൾ സ്ട്രാൻഡ് മാക്രമേ കോഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു 3 കോഡ് എടുക്കുക. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 70 സെന്റിമീറ്ററോളം വരും. അപ്പോൾ ഈ ത്രെഡ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വർക്ക് തുടങ്ങുന്നതിന് മുന്നായിട്ട് നമുക്ക് ഈ ഹുക്ക് എവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ഫേമായി സ്റ്റഡിയായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല നിങ്ങൾക്ക് ഇതുപോലത്തെ റൈറ്റിംഗ് പാഡ് എടുക്കാം. അതിൽ ജസ്റ്റ് പ്ലേസ് ചെയ്താൽ ഇതുപോലെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ വേണേലും വയ്ക്കുക, കയ്യിലൊക്കെ പിടിച്ചിട്ടൊക്കെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ള ടേപ്പ് വെച്ചിട്ട് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നു അതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ യൂഷ്വൽ നോട്ടായ ബേസിക് നോട്ടായ ലാക്സ് ഹെഡ് നോട്ടിൽ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 3 കോഡിനെയും ഈ ഹുക്കിലേക്ക് ലാക്സ് ഹെഡ് നോട്ട് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ടാണ്. അതിനെ നമ്മൾ ഡയഗണലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബേസിക് വീഡിയോയിൽ ഈ നോട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിനെ 2 പാർട്ടായി തിരിക്കുക, ഇതുപോലെ തിരിക്കുക. അതിനുശേഷം 3ാമത്തെ ത്രെഡിനെ വർക്കിംഗ് കോഡായി വെച്ചുകൊണ്ട് സെക്കൻഡ് ത്രെഡിനെ നമ്മൾ ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റത്തെ ത്രെഡിനെ 3ാമത്തെ ത്രെഡിലേക്ക് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഇതുപോലെ തന്നെ റൈറ്റ് സൈഡിലോട്ടേക്കും ഡയഗണലായിട്ട് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് കെട്ടിക്കൊടുക്കുക. ഇത് ചെയ്യുമ്പോഴെപ്പോഴും നമ്മൾ നല്ല ക്ലോസ് ആയിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നല്ല നീറ്റ് ആയിരിക്കുമല്ലോ വർക്കൊക്കെ. അധികം ലൂസ് ആകാൻ പാടില്ല, എന്നാൽ ഓവർ ടൈറ്റും ആകാൻ പാടില്ല. അത്യാവശ്യം നമുക്ക് ചെയ്യുമ്പോൾ പ്രാക്ടീസ് ആകുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പോൾ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മിഡിലുള്ള 2 ത്രെഡുകളിൽ ഒരു സിംഗിൾ ഹാഫ് ഹിച്ച് നോട്ട് ചെയ്യുക. അതിനുശേഷം എഗെയിൻ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടേക്കും റൈറ്റ് സൈഡിലോട്ടേക്കും മേലെ ചെയ്തതുപോലെ തന്നെ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. തേർഡ് ത്രെഡിനെ നമ്മൾ വർക്കിംഗ് കോഡായി എടുത്തുകൊണ്ട് ബാക്കിയുള്ള 2 കോഡുകൾ വെച്ചിട്ട് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഏകദേശം കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ റൈറ്റ് സൈഡിലും സെയിം പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ കീ ചെയിൻ്റെ ഡിസൈനിൽ നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ആദ്യത്തെയും അവസാനത്തെയും 2 ത്രെഡുകൾ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ബേസിക് നോട്ടായ സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ആദ്യത്തെ സ്ക്വയർ നോട്ട് കംപ്ലീറ്റ് ആയി വേണമെങ്കിൽ 2 സൈഡിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത് 2ാമത്തെ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ നോട്ടായി. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് ഇനിയും നമുക്ക് കംപ്ലീറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്ക് നേരത്തെ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്ക് മേലെ ചെയ്തതുപോലെ തന്നെ സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്യുക. ഫസ്റ്റ് ത്രെഡ് എടുക്കുക, 2ാമത്തെ ത്രെഡ് കൊണ്ട് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് കെട്ടിക്കൊടുക്കുക. അതുപോലെ 3ാമത്തെ ത്രെഡ് ഫസ്റ്റ് ത്രെഡിലോട്ടേക്ക് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് കെട്ടിക്കൊടുക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ലാസ്റ്റിലെ ത്രെഡ് എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് വീണ്ടും സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ 2 ത്രെഡ് ഉണ്ടാവില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡിലോട്ടേക്ക് ഇനിയുള്ള പാറ്റേൺ സെയിം ആയിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ ഇതിലിപ്പോൾ ഈ സൈഡിലോട്ടേക്കാണ് ഞാൻ എടുക്കുന്നത്. അവിടെ വീണ്ടും ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് തന്നെ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു. ഇനി മേലത്തെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് അടുത്ത ഒരു റൗണ്ട് കൂടെ ഇതേപോലെ തന്നെ ചെയ്യുക. സോ അതിൻ്റെ ഫിനിഷിങ് സ്റ്റേജ് എത്തി. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് തന്നെയാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ഏതെങ്കിലും ഒരു സൈഡിലോട്ടേക്ക് എപ്പോഴും ഒരേപോലെ എടുത്താൽ മതി, അല്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. സോ ഇനി ആവശ്യമുള്ള ലെങ്ത്തിനനുസരിച്ചിട്ട് ബാക്കിയുള്ള പോർഷൻസ് കട്ട് ചെയ്യുക. ഇതിൽ ഞാൻ ഗ്യാതറിംഗ് നോട്ട് കൊണ്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഫ്രിഞ്ചസ് താഴ്ത്തിയിടുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണം ഗ്യാതറിംഗ് നോട്ടൊക്കെ വെച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്.